അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിൽ നിന്ന് യാത്ര തിരിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായാണ് അമ്മയുടെ യാത്ര. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമാന്തേവാസികളും അമ്മയെ അനുഗമിച്ച് യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. ഭക്തിപൂർവമായ അന്തരീക്ഷത്തിലാണ് സംഘം അമൃതപുരിയിൽ നിന്നും യാത്ര തിരിച്ചത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അമൃതപുരിയിൽ നിന്നുള്ള യാത്രയ്ക്ക് തുടക്കമായത്. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ അമ്മയെ അനുഗമിച്ച ഈ യാത്രയുടെ ഭാഗമായി 1200ഓളം വരുന്ന ആൾക്കാർ വരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ആശ്രമ അന്തേവാസികളും ഭക്തരും ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. 2 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ അതിൽ ട്രെയിനിൽ ആശ്രമത്തിൻ്റെ അതേ പരിപാടികൾ അതിലുണ്ടാവും. അർച്ചന ഉണ്ടാവും, ഭജന ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭക്ഷണം സർവീസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ കമ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണ് നോക്കുന്നത്. കംപ്ലീറ്റ് ട്രെയിൻ മാനേജ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അവിടെ വണ്ടി ഓടിക്കുന്നു. ബാഹ്യമായിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമാണ് റെയിൽവേ നോക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തികച്ചും ആശ്രമം ഓൺ വീൽസ് അങ്ങനെയായിരിക്കും അത്. അമ്മയോടൊപ്പം ഈ മഹത്തായ ആത്മീയ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെ 1200ഓളം ഭക്തജനങ്ങളാണ് അമ്മയ്ക്കൊപ്പം അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. കായംകുളത്ത് നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് സംഘത്തിന്റെ യാത്ര. ഈ മാസം 19-നാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഉൾപ്പെടുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യവും ഉണ്ടാകും. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം അമ്മയും ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിലാണ് ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്നത്. ആത്മീയ ജാമിതീയ രൂപകൽപ്പനയിൽ ഒരുക്കിയിരിക്കുന്ന ഈ യന്ത്രം ശ്രീരാമന്റെ ദൈവിക ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അയോധ്യയിൽ എത്തിച്ചേരുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിബേന്ദ്ര മിശ്ര എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊല്ലം.